ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് സീതപ്പഴം ഷേക്ക് ഉണ്ടാക്കിയാലോ. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ സീതപ്പഴമാണ്. പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ടെടുത്ത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മളിത് എന്തിനാ ചോപ്പറിലേക്ക് ഇടുന്നതെന്ന് അറിയോ? കുരു സെപ്പറേറ്റ് ചെയ്യാനാണ്. നമുക്കിതിൽ ഏറ്റവും ടാസ്ക്കായി തോന്നിയത് ഈ കുരു സെപ്പറേറ്റ് ചെയ്യലായിരുന്നു. ബ്ലെൻഡ് ചെയ്ത് കുരു സെപ്പറേറ്റ് ആക്കി എടുത്തു. സീതപ്പഴം നോർമലായി കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫൈനൽ നമുക്ക് ഇത്രയാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടാട്ടോ. പിന്നെ 2 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തു. പാല് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പശുവിൻ്റെ പാലായിരുന്നു. പിന്നെ നമ്മളത് മിക്സിയിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തു. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തു. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബൂസ്റ്റ് ഇട്ടു. ഇത് മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഞങ്ങൾക്ക് ഏറെ ഇഷ്ടമായി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ ബൈ.